സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തനതായ തിരുവനന്തപുരം ഭാഷയെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഏതാനും ചില വർത്തമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഭാഷയുടെ ബ്രാൻഡ് അംബാസഡറായി മുമ്പ് ശ്രീ ജഗദീഷ് കുമാറും ഇപ്പോൾ സുരാജ് വെഞ്ഞാറുമൂടുമാണ് ഇതിൽ തിരുവനന്തപുരം ഭാഷ പ്രയോഗിച്ച് കാണുന്നത്. തിരുവനന്തപുരം ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ മലബാറിലും വടക്കോട്ടുള്ളവരൊക്കെ നമ്മെ തിരുവനന്തപുരംകാരെ അടയാളപ്പെടുത്താൻ പ്രധാനമായി ഉപയോഗിക്കുന്ന ലേശം പരിഹാസപൂർവം അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പി എന്നുള്ളത്. മലബാറിലും വടക്കൻ കേരളത്തിലൊക്കെ അപ്പിക്ക് വേറെ ചില അർത്ഥങ്ങളാണ്. ഇവിടെ അപ്പിയെ വാത്സല്യപൂർവ്വം കൊച്ചുകുട്ടികളെ അപ്പി എന്ന തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്നിടയിൽ പറഞ്ഞോട്ടെ, കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരത്തുമൊക്കെ മലയാളത്തിൻ്റെ ഒരു വെർഷനാണ്. ആ ഒരു സ്ലാങ് സമാനതയുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ മുളൗഷ്യം കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പഴയ അമ്മച്ചിമാരൊക്കെ പറയാറുള്ള ഒരു, അല്ലെങ്കിൽ പറയാറ് മാത്രമല്ല ഉപയോഗിക്കാറുള്ള, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു കറിയാണ്. എന്നാൽ അത് മുളകുഷ്യം പുതിയ വേർഷൻ കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ അത് പച്ചത്തിയല്ല. പക്ഷേ ഇടയ്ക്കൊരു വീഡിയോ കണ്ടപ്പോഴേ ഒരു കണ്ണൂർ ഒരു കടയുടെ ഫുഡ് വ്ളോഗറ്, അതിലെ ഒരു ഒരു വ്യക്തി പറയുന്ന കേട്ടോ, അവിടെയും ഒരു അമ്മച്ചിയാണെന്ന് തോന്നുന്നു മുളകുഷ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കണ്ടു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ, കണ്ണൂരുള്ള സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക. കണ്ണൂർ മുളകുഷ്യം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പച്ച കറി, അതായത് ആ പച്ചത്തീയലെന്നും നമ്മുടെ പറയുന്ന ആ ഒരു കറിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ തുറപ്പയ്ക്ക് ചൂല് എന്ന് വടക്കോട്ട് ഉപയോഗിക്കുന്ന പദം, അതായത് ചൂലിന് ഇവിടെ തുറപ്പ എന്നാണ് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം ജില്ലക്കാർക്കുള്ളൊരു സ്വകാര്യ ദുഃഖം, നമ്മുടെ തനതായ ഭാഷ ഈ ഒരു സ്ലാങ് എന്ന സിംഹവാലൻ കുരങ്ങൻ്റെ അവസ്ഥയിലാണ്. ക്രമേണ തൊഴിൽ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടും അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെയും അച്ചടി ഭാഷയും ഒക്കെ കൂടെ മിക്സായി തിരുവനന്തപുരത്തിൻ്റെ തനതായ ഭാഷയൊക്കെ പോയിട്ട് ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഭാഷയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും നാം കേൾക്കുന്നത്. അപ്പോൾ കന്യാകുമാരി ജില്ലയിലും ഏതാണ്ട് ഇപ്പോൾ ആ തനതായ ഭാഷ മാറിയിട്ട് മലബാറിലെയും അല്ലെങ്കിൽ പല വാക്കുകളും മലയാളത്തിലെ വടക്ക് ഉപയോഗിക്കുന്ന വാക്കുകളുമൊക്കെ ചേർത്താണ്. അപ്പോൾ തുറപ്പ എന്നൊന്നും ചൂലാണ് ഇവിടെയും മിക്കവരും ഉപയോഗിച്ച് കാണുന്നത്. പിന്നെ ധാരാളം മണിക്കൂർ കണക്കിന് നമുക്ക് പല കാര്യങ്ങളും പറയാം. കമന്റ് ബോക്സിലെ പ്രേക്ഷകരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, നമസ്കാരം.